ഹലോ, മദ്രാസിൽ ചാക്കോ എന്ന് വിളിച്ചു. സാർ, സാറിനെ കാണാൻ. ഒരു പുല്ലനെ എനിക്കിപ്പോ കാണണ്ട. എന്താ നിങ്ങൾക്ക് വേണ്ടത്? മിസ്റ്റർ വാസു, സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? രാധാകൃഷ്ണന്റെ മരണം സംബന്ധിച്ച് ചില കാര്യങ്ങൾ. അത് എത്ര തവണ നിങ്ങളിപ്പോ ചോദിച്ചതാ? കുറ്റം തെളിയിക്കണ്ടേ? വരൂ. ഞാനങ്ങ് വരുന്നില്ല. വാസ്കോ ഉടമയെ ആ സ്ഥാപനത്തിൽ നിന്നും പോലീസ് ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് കുറച്ചില്ലേ? പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ ഏത് കൊലയും മറയ്ക്കാനും ഏത് ശവവും നശിപ്പിക്കാനും കഴിവുള്ള ആളാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെന്തിന് ഭയപ്പെടണം? DIG അവിടെ കാത്തിരിക്കുകയാണ്. വരൂ. ഇയാളിപ്പോൾ എവിടെയുണ്ട്? എനിക്കറിയില്ല സർ. രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന്റെ അടുത്ത ദിവസം റസാഖ് എന്ന നിങ്ങളുടെ ഈ ജോലിക്കാരനെ അവന്റെ വീട്ടിൽ ചെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയെന്ന് ഇവന്റെ ഉമ്മ പറയുന്നു. പൊന്നു മുതലാളി, എന്റെ മോനെ കാട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞ് ഇവര് ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു. മിണ്ടരുത്. രാധാകൃഷ്ണന്റെ മരണം ആത്മഹത്യയായാലും കൊലയായാലും നിങ്ങളൊഴികെ അതിന്റെ ഏക ദൃക്സാക്ഷിയാണ് ഈ റസാഖ്. മിസ്റ്റർ വാസു, ആ റസാഖിനെ നിങ്ങൾ ഉടൻ ഹാജരാക്കണം. ഇല്ലെങ്കിൽ രാധാകൃഷ്ണനെ കൊല ചെയ്തതിന് നിങ്ങളുടെ പേരിൽ ഞങ്ങൾ കേസ് ചാർജ് ചെയ്യും. നീ എന്തിനിങ്ങോട്ട് വന്നു? പോലീസുകാർ എന്റെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നു മുതലാളി. എന്റെ ഉമ്മയും എന്റെ ഇക്കയും. എനിക്ക് ഇനിയും ഒളിച്ചു ജീവിക്കാൻ പറ്റില്ല. എങ്കിൽ ചെന്ന് പറയടാ. സ്റ്റേഷനിൽ പോയി പറ, ഞാനാണ് രാധാകൃഷ്ണൻ ചവിട്ടിയത്, നീയാണ് അവൻ ടെറസിന്റെ മുകളിൽ താഴ്ത്തിട്ടെന്നൊക്കെ. മുതലാളി, സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷിയായ നിന്നെ ഇതിനകം പൊടി പോലും കാണിക്കാതെ നശിപ്പിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. മേലിൽ ഇതുപോലെ തല പുറത്ത് കാണിച്ചാൽ എനിക്കത് ചെയ്യേണ്ടി വരും. ഇല്ല മുതലാളി, ഞാൻ ഇനി പുറത്തു വരില്ല. അതാണ് സത്യം. നിന്റെ വീട്ടുകാരെ മേലിൽ പോലീസുകാർ ഉപദ്രവിക്കാത്ത തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നെ ഗൾഫിലേക്ക് അയക്കാനും. ഒരാഴ്ച കൂടെ നീ എവിടെയെങ്കിലും ഒളിച്ചിരിക്കേ, എല്ലാം ശരിയാവും. നാളെ ഞാൻ മദ്രാസിലേക്ക് പോവുക, വന്നിട്ട് ബാക്കി. ചാക്കോ എവിടെ? മോളിലുണ്ട്. പറ്റിയെടുത്ത്. ഓ, ചാക്കോ, നമ്മുടെ എല്ലാം പോയടാ വാസു. ആ പരമനാര് KRC നമ്മളെ ചതിച്ചു. നീ എന്തായി പറയുന്നേ? കള്ളും പെണ്ണും തന്നെ മയക്കിയെടുത്ത് നിന്നെപ്പോലും അറിയിക്കാതെ അവർ എന്നെ കൊണ്ട് ചെയ്യിച്ച കടും കൈകൾ. ബാങ്കിന്റെ കളർ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി മൈസൂരും ബാംഗ്ലൂരും കൊണ്ടുപോയി എന്നെ കേസിൽപ്പെടുത്തിയത് അവനും ആ തേവിടിച്ചും കൂടെ ചേർന്നവനടാ. അവളൊരു പെണ്ണല്ല, മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന രാക്ഷസി. ആര്? കനകം. എന്നെ കൊതിപ്പിച്ച് അവൾ നെയ്തെടുത്ത് 8 വലയിൽ വീഴ്ത്തി കുറേശ്ശെയായി കൊത്തി തിന്നുകയായിരുന്നു. ലിക്കർ പ്ലാന്റിന് നമ്മൾ മുടക്കിയ പണം മുഴുവൻ പോയടാ. അവരാ ലൈസൻസ് വേറെ ആൾക്ക് കൊടുത്തു. ചാക്കോ, ഞാൻ കാരണം എല്ലാം നശിച്ചു. ഇല്ലടാ, ആര് ശ്രമിച്ചാലും നമ്മുടെ വാസ്കോ തകരില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കിതെന്താ പറ്റിയത്? പറയടാ. എടാ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമല്ലേ, പോയെങ്കിൽ പോട്ടെ. അതേക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. പണമല്ല വാസു, അതിനും വലുത്. അവൾക്ക് വേണ്ടി ഞാൻ എന്റെ കെട്ടിയവളെ അമ്മിണിയെ പറഞ്ഞു വിട്ടു. പിന്നെ എന്റെ മോൾക്ക്. എന്താ മോക്ക്? ലേസി മോക്ക് എന്ത് പറ്റിയടാ? വാസു, അമ്മയെ പിരിഞ്ഞിരിക്കുന്ന കുഞ്ഞില്ലേന്ന് പറഞ്ഞ് എന്റെ മോളെ കനകം കൊണ്ടു നടന്നപ്പോ സ്നേഹം കൊണ്ടടന്ന് ഞാൻ കരുതി. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച മോളെ അന്വേഷിച്ച് ഞാൻ ചെന്നപ്പോ
ഇവിടെ വന്നില്ലല്ലോ. മോള് ഹോസ്റ്റലിൽ കാണും. ഹോസ്റ്റലിൽ നിന്നാ ഞാൻ വരുന്നത്. അവിടെ ഇല്ല. KRZ9889. ഈ വണ്ടിയിൽ കയറി പോകുന്ന കണ്ടെന്നാ ഹോസ്റ്റലിലെ വാച്ച്മാൻ പറഞ്ഞത്. ആശുപത്രിയിൽ വെച്ചാണ് എനിക്ക് ബോധം തെളിഞ്ഞത്. ഇന്നലെ ഞാനിങ്ങോട്ട് പോന്നു. ഇപ്പോ ഞാൻ അവളുടെ വീട് കയറി ആക്രമിച്ചെന്നും പറഞ്ഞ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് നീ ഇതൊന്നും എന്നെ അറിയിച്ചില്ല? എല്ലാം നശിച്ചില്ലേ, പിന്നെ ഇനി പപ്പ, ഈ നിലയിൽ പപ്പയെ വിട്ട് പോണ്ടെന്ന് കരുതിയാണ് ഞാനിവിടെ നിന്നത്. ഇപ്പോ സഹായത്തിന് ആളെത്തിയല്ലോ. ഇനി ഞാൻ പോകുന്നു. മോളെ, നീ എങ്ങോട്ട്? ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടില്ലേ ആ എന്റെ മമ്മിയുടെ അടുത്തേക്ക്. ഡെയ്സി, നില്ല്. എന്തിന്? ഇനിയും നിങ്ങളുടെ ബിസിനസ് പാർട്ണർമാരെ കൊണ്ട് എന്റെ ഈ ശരീരം കടിച്ചു കയറിക്കാനോ? മോളെ, എന്നെ സ്നേഹിച്ച ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ രാധാകൃഷ്ണനെ ഓർമ്മയില്ലേ? പപ്പയുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ വാസ്കോയുടെ സ്റ്റേറ്റസ് ഉയർത്താൻ ചവിട്ടി കൊന്നില്ലേ? എന്നിട്ട് എന്ത് നേടി? പണം വാരി കൂട്ടിയിട്ടും കുടുംബത്തിന്റെ അന്തസ് ഉയർന്നോ? ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാനൊത്തോ? എനിക്കും എല്ലാം നഷ്ടപ്പെട്ടില്ലേ? മോളെ, ഞാൻ പറയുന്നത് എന്നെ തടയരുത്. എടീ, കലകം കലകം! നിനക്ക് എന്നാ വേണം? வாங்க வாசு முதலாளி, உங்களைத்தான் எதிர்பார்த்துட்டு இருந்தேன். ഇൻസ്പെക്ടർ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഇവന്റെ കൂട്ടുകാരൻ ചാക്കോയെ പോലെ ഇവനും എന്നെ ആക്രമിക്കാനാണ് വന്നത്. സാർ, ചാക്കോയുടെ മകളെ ഇവിടെ വെച്ച് ബലാത്സംഗം ചെയ്തവനാണ് ഇവൻ. പെൺകുട്ടികളെ വഴിതെറ്റിച്ച് കച്ചവടം നടത്തുന്ന വേശ്യാലയമാണ് ഈ വീട്. അതിന്റെ നടത്തിപ്പുകാരിയാണ് ഇവള്. ഞങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു സാർ. അതിനു മുമ്പ് താൻ ചെയ്ത കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണോ? എന്റെ ഭർത്താവ് ശ്രീകണ്ഠ മുതലാളിയെ നീയല്ലേ കൊന്നത്? ഒരു പെണ്ണായി എനിക്ക് അന്നൊന്നും ചെയ്യാനൊത്തില്ല. ഇന്ന് ദൈവമായിട്ട് നിങ്ങളെ രണ്ടിനെയും എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. വാസു മുതലാളിയും ചാക്കോയും കെട്ടിപ്പൊക്കിയ വാസ്കോ തല്ലി തകർക്കാൻ. നീയല്ല, നിന്റെ തള്ളയും അപ്പനപ്പന്മാരും വിചാരിച്ചാലും എന്റെ വാസ്കോയുടെ രോമം പോലും പിഴുതെടുക്കാൻ കഴിയില്ല. ആദ്യം ഇവളെ പഠിക്കണം സാർ. ശ്രീകണ്ഠ മുതലാളിയെ കൊല്ലിച്ചതും ആ കുടുംബം നശിപ്പിച്ചതും ഇവളാണ് സാർ. ഇവളുടെ തൊലിവെളുപ്പ് കാട്ടി എന്നെ മയക്കെടുക്കാൻ കഴിയാഞ്ഞതുള്ള പകയാണ് ഈ തേവിടിച്ചിരിക്കും. ഇൻസ്പെക്ടർ, യെസ് മാഡം.